ആ ചായയൊക്കെ ഒന്ന് നോക്കൂട്ടെ, എന്ത് രസമായിട്ടാവും ഉണ്ടാക്കണല്ലേ, എന്ത് ലെയറാ. അവൻ എവിടെ പോയിട്ട് ഈ ചായ ഉണ്ടാക്കണ ഡിഗ്രി എടുത്തിട്ടുള്ളതല്ല, തൻ്റെ തൻ്റെതായ കഴിവ് കൊണ്ട് അവൻ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ച് ചായ ഉണ്ടാക്കണതാണല്ലേ. എന്തല്ലേ അടിപൊളിയായില്ലേ ചായ, അത് നിങ്ങളൊന്ന് കാണുന്നത്. അതിന്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കാണാൻ അടിപൊളിയാണ്. അതേപോലെ ഇഷ്ടം പോലെ ചായകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. രസമായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കൂല്ലേ. പല മസാല ടീ ചായ ഉണ്ട്, ബിസ്ക്കറ്റ് ടീ ചായ ഉണ്ട്, പല രൂപത്തിലും പല ഭാവത്തിലും ചായകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ചായയാണ് അവ ഉണ്ടാക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള 3 ലെയറോട് കൂടിയുള്ള ചായയാണ് ഉണ്ടാക്കുക. അതൊന്ന് കാണാട്ടോ നിങ്ങൾ. ওয়াও, আস্তে আস্তে তো লেয়ার ধরা শুরু করছে ভাই। এটা কি হবে ঢেলতে থাকবে না অটোমেটিক লেয়ারে পরিণত হবে? হ্যাঁ, এটা এভাবেই হয়ে যাবে। 3টে রাউন্ড দেখা যাবে, 3টে ভাগ হবে, 3টে ওয়াও, রাউন্ড কি দেখা যাবে। দারুণ ভাই, এটা ম্যাজিক নাকি? না, ম্যাজিক হবে কেন? এটা তো আমার হাতে কাজ, যেটা আমার বানানোর যে সিস্টেম, আমি এভাবেই এই চাটা বানাইছি। എന്താല്ലേ അടിപൊളിയായിട്ട് ন্যাচারাল ভাবে ഉണ്ടാക്കുക. যে দুধ, চিনি, চা দেওয়া হলো, അടിപൊളി. এখান থেকেই এই চা বানানোর সিস্টেমের কারণেই ഇങ്ങനെയുണ്ടോ 3 ലെയർ ചായയാണ് ഉണ്ടാക്കണം കേട്ടാ. ചായ এটা জাদু জানে। പല രീതിയിലും പല ഭാവത്തിലും പല കളറിലൊക്കെ ആയിട്ട് ചായ ഉണ്ടാക്കണം. നോക്കിയാൽ 3 ലെയർ ചായയാണ് ആ ചങ്ങാതി ഉണ്ടാക്കുന്നത്. ചായ ബിസിനസ് മോശമായിട്ടുള്ളൊരു ബിസിനസ് അല്ല. ജീവിതത്തിൻ്റെ ചായ മാത്രം വിറ്റ് കോടികൾ സമ്പാദിക്കുന്നവരും ജീവിതം അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് കൂടി താങ്ങും തണലുമായിട്ട് ഉള്ള ഒരു ജോലി തന്നെയാണ് ചായ. ചായ കൊണ്ടുള്ള ജീവിതം പല ടേസ്റ്റിലും പല ഭാവത്തിലും രൂപത്തിലും കളർഫുള്ളായിട്ടൊക്കെ ചായ ഉണ്ടാക്കി ജീവിതത്തിലെ ഏറ്റവും വലിയ ഉന്നതിയിൽ എത്തിയത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുണ്ടല്ലേ, സെറ്റപ്പായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, അടിപൊളിയല്ലേ അത്.